അതാ നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഫിൻലാൻഡിലുള്ള ടോർക്കി എന്ന് പറഞ്ഞ സിറ്റിയിലോട്ട് ക്രൂസിന് പോവാണ്. ഇത് ഞങ്ങളുടെ സെക്കൻഡ് ക്രൂസ് ട്രിപ്പാണ്. ഞങ്ങളുടെ ഫാമിലിയും വേറൊരു ഫാമിലിയും കൂടി ഉണ്ട്. അവരെ നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോയിലോ കൂടെ പരിചയം ഉണ്ടാവും. അപ്പോൾ ഞങ്ങളിതാ ചെക്കിൻ ചെയ്തു. ഞങ്ങൾ ലേറ്റായിട്ടാണ് എത്തിയത്. അതുകൊണ്ട് ഇപ്പോൾ റൂം നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ എല്ലാവരും റൂം നോക്കുന്ന തിരക്കിലാണ്. സോ ഇതാണ് നമ്മുടെ റൂം. ഞങ്ങളിപ്പോഴാണെങ്കിൽ സീ വ്യൂ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ റൂം. 4 ബെഡുണ്ട്. ഇത് ഇവിടെ ഒരു ബെഡുണ്ട്. അതുപോലെ നമുക്ക് ആവശ്യമുള്ള ടവൽസ്, പില്ലോ കവേഴ്സ് എല്ലാം ഉണ്ട്. സെയിം തന്നെ പിന്നെ ഒരു ടി വി ഉണ്ട്. നമുക്ക് ബാക്കി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് ഒരു മിറർ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിള്, പിന്നെ ഹെയർ ഡ്രയർ സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ നമുക്ക് ടോയ്ലറ്റിന് നോക്കാം. ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്. ഏരിയ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ബാക്കി കാര്യങ്ങളൊക്കെ ഒരു മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ആക്ച്വലി നമുക്ക് ഈ ഷിപ്പ് കിട്ടിയത് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെക്ക് ഇൻ ടൈം നോക്കിയില്ലായിരുന്നു. 7:45 നമുക്കെന്താ ഷിപ്പ് എടുക്കുന്നതെന്ന് കാണിച്ചത്. അപ്പം നമുക്ക് അതുവരെ ബോർഡിംഗ് ഉണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ 7:25 ആയപ്പോഴേക്കും ബോർഡിങ് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഭാഗ്യത്തിന് ഒരു 7:23 ആയപ്പോൾ അവിടെ എത്തി. ഈ കാര്യം അറിഞ്ഞ് 1 മിനിറ്റിലൊക്കെയാണ് ചെക്ക് ഇൻ ചെയ്ത് നമുക്ക് റൂമിലേക്കുള്ള ടിക്കറ്റൊക്കെ കിട്ടിയത് കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയതും ഷിപ്പ് എടുത്തിരുന്നു. റൂമിലെത്തി ഷിപ്പ് എടുത്തു. അപ്പോൾ അത്രയും സമയം ഉണ്ടായിരുന്നുള്ളൂ. റൂമൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഒന്ന് മേലെ ഡെക്കിലോട്ടൊക്കെ കയറിയിട്ടോ. കാരണം അവിടെ നമ്മുടെ സ്റ്റോക്ക്ഹോം സിറ്റിയിൽ നിന്നാണ് നമുക്ക് ഈ ഷിപ്പ് ബോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര നല്ല വ്യൂ ആയിരുന്നു. ഇത് ഏർലി മോർണിംഗ് വ്യൂ ആണ് കേട്ടോ. 7:45 ആകുമ്പോൾ ഉള്ളൊരു വ്യൂ ആണിത്. എന്താ പറയുക, ഫുൾ ലൈറ്റ്സ് ഒക്കെ ആയിട്ട്. കാരണം സൺറൈസ് ആക്ച്വലി 8:45 ഇവിടെ. അപ്പോൾ ആ സമയം വരെ ഏകദേശം ഇരുട്ടൊക്കെ ഇതേപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ സൺറൈസ് ആവാൻ ഇങ്ങനെ മെല്ലെ നോക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വ്യൂ അടിപൊളിയായിരുന്നു. അപ്പോൾ ബാക്കിയും കൂടെ നമുക്കൊന്ന് കാണാം. പോയ ഷിപ്പിൻ്റെ പേര് സില്യ ലൈൻ എന്നായിരുന്നു. ഇത്തവണ ഞങ്ങൾ വൈക്കിംഗ് ലൈൻ, അതായത് വേറെ ഷിപ്പാണ് എടുത്തത്. അപ്പോൾ ഈ ഷിപ്പിന് എനിക്ക് വേറൊരു പ്രത്യേകതയായിട്ട് തോന്നിയത്, ഇവിടെ 2 ഡെക്കിലായിട്ട് ഒരു വലിയ പ്ലേ ഏരിയ തന്നെയുണ്ട്. അതായത് കുട്ടികൾക്ക് നമുക്ക് അവിടെ കുട്ടികളെ നമ്മളാക്കി കഴിഞ്ഞാൽ അവരവിടെ ഇരുന്ന് കളിച്ചോളും. തൊട്ടടുത്ത് തന്നെയാണ് കോഫി ഷോപ്പ്. അപ്പോൾ ഇവരെ നമുക്ക് നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് അവിടെ റിലാക്സ് ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് വേറൊരു കാര്യമായിട്ട് തോന്നിയത് കേട്ടോ. അതുകൊണ്ട് കുറേ നേരം കുട്ടികൾ അവിടെ തന്നെയായിരുന്നു. അവരും ഹാപ്പി, നമ്മളും ഹാപ്പി എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ഡെക്കിലും ഉണ്ട്, ഇതിൻ്റെ മേലത്തെ ഡെക്കിലും ഒരു പ്ലേ ഏരിയ ഉണ്ട്. അതും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം.
ബൈ ബൈ. Dance. ഫിൻലാൻഡ് ടൈം ഏകദേശം 8:45 ഞങ്ങൾ ഫിൻലാൻഡ് പോർട്ടിലെത്തിയിട്ടോ. പക്ഷേ ഇതൊരു പാർട്ടി ക്രൂസ് ആയതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങുന്നില്ല. ഞങ്ങൾ ഈ ഷിപ്പിൽ തന്നെയാണ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല. ഈ ഒരു ന്യൂ ഇയറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഷിപ്പ് നേരെ തിരിച്ച് സ്വീഡനിലോട്ട് പോകും. അപ്പം സ്വീഡൻ ടൈമും ഫിൻലാൻഡ് ടൈമും തമ്മിൽ 1 മണിക്കൂറിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ന്യൂ ഇയർ 1 മണിക്കൂർ മുമ്പാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ കൗണ്ട് ഡൗൺ ഒക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. വെൽക്കം 2025. അപ്പോൾ ഈ ഇയർ എല്ലാവർക്കും അടിപൊളിയായിരിക്കട്ടെ. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. രാവിലെ നമ്മൾ തിരിച്ച് സ്റ്റോക്ക്ഹോമിൽ തന്നെ എത്തും. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.